സർ, ഇന്ത്യ അഗതി മന്ദിരമല്ല പറഞ്ഞത് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. പാർലമെൻറ്റിൽ അനധികൃത കുടിയേറ്റത്തിനെതിരെയുള്ള ബില്ല് പാസ്സാക്കി എന്നുള്ളതാണ്. അതായത് ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. എൻ്റെ ടൈറ്റിൽ അങ്ങനെയാണ്. എങ്ങനെ കാണുന്നു സാർ ഈ അഭയാർത്ഥി പ്രവാഹം വലിയ തോതിൽ ഇന്ത്യ അത് നേരിടുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഈ ബില്ല് എന്താണ് നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? ട്രംപിന് പഠിക്കുക എന്ന ഒരു പ്രയോഗമുണ്ട്. ട്രംപ് അമേരിക്കയിൽ എന്ത് ചെയ്യുന്നോ അതിൽ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് സ്വാംശീകരിച്ച് തങ്ങളുടെ രാജ്യത്തിന് ഗുണപരമാവുന്ന രീതിയിൽ പ്രയോഗിക്കുക. അതാണ് ട്രംപിന് പഠിക്കുക. അപ്പോൾ ട്രംപിന് പഠിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇത്. മുൻപ് തന്നെ ഇന്ത്യയിലേക്ക് ഉള്ള അഭയാർത്ഥി പ്രവാഹം അത് 71 ബംഗ്ലാദേശ് യുദ്ധസമയത്ത് വലിയ തോതിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ പശ്ചിമ ബംഗാളിൻ്റെയൊക്കെ ഡെമോഗ്രാഫിക് ബാലൻസ് പോലും അട്ടിമറിക്കത്തക്ക രീതിയിൽ വൻ കുടിയേറ്റമാണ്. അത് കുടിയേറ്റം എന്ന് പറയാനാവില്ല, അത് അഭയാർത്ഥി പ്രവാഹമാണ്. അപ്പോൾ ആ ഒരു അഭയാർത്ഥി പ്രവാഹം അതൊരു വൺ ടൈം ഒക്കറൻസ് എന്ന നിലയിൽ നിന്നും കണ്ടിന്യൂസ് ഒരു പ്രോസസ്സായി മാറുകയാണ്. ഏതാണ്ട് 4000-ഓളം കിലോമീറ്റർ അതിർത്തിയാണ് ഭാരതത്തിനും ബംഗ്ലാദേശിനും തമ്മിലുള്ളത്. അതിൽ തന്നെ പശ്ചിമ ബംഗാൾ അതിർത്തി എന്ന് പറയുന്നത് ഒരു 400 കിലോമീറ്റർ വരും. അപ്പോൾ അത്രയും 1000 കിലോമീറ്റർ ഉണ്ടാകും. പക്ഷേ അതിൽ 450 കിലോമീറ്റർ എങ്കിലും വേലി കെട്ടി, ഫെൻസിങ് കെട്ടി തിരിക്കുക. അമേരിക്കയും മെക്സിക്കോയ്ക്കും ഇടയിലുള്ള ആ ഒരു ഗതാഗതം നിയന്ത്രിക്കുന്നതിന്, അല്ലെങ്കിൽ കടന്നുകയറ്റം നുഴഞ്ഞുകയറ്റം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഡൊണാൾഡ് ട്രംപ് പ്രപ്പോസ് ചെയ്ത ആ ഒരു ഗ്രേറ്റ് വാൾ, മെക്സിക്കൻ അതിർത്തിയിലെ വാൾ, അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ബംഗ്ലാദേശ് ഇന്ത്യ വിഭാഗ പ്രദേശത്തെ പോറസ് ബോർഡേഴ്സ്, സുഷിരങ്ങളുള്ള അതിർത്തികൾ എന്നാണ്. എല്ലാ അതിർത്തിയും സുഷിരങ്ങളുള്ളതല്ല, ചിലത് നാച്ചുറൽ ബൗണ്ടറീസ് ഉണ്ട്, നദികളുണ്ട്, ചില മൗണ്ടൻ റിഡ്ജസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അവിടെയെല്ലാം ഈ കൂടുതൽ നുഴഞ്ഞുകയറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു 450 കിലോമീറ്റർ സ്ട്രെച്ച് വിവിധങ്ങളായിട്ടാണ്, മൾട്ടിപ്പിൾ സ്ട്രെച്ചസ് ആണ്. അവിടെ ശക്തമായ ഫോർട്ടിഫിക്കേഷൻ ഉണ്ടാകണം എന്ന ഒരു തീരുമാനം മുൻപ് തന്നെ ഉണ്ട്. അത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു മെല്ലപ്പോക്ക് അല്ലെങ്കിൽ നിഷേധാത്മക സമീപനം, അതാണ്. അത് പൂർണ്ണമായും നടപ്പാകാതെ അത്ര താല്പര്യപ്പെടുന്നില്ല. സംസ്ഥാന സർക്കാർ നിലനിൽക്കുന്നത് തന്നെ ഒരുപക്ഷെ ന്യൂനപക്ഷ വോട്ടുകൾ കൊണ്ടാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പ്, അതിന് മുൻപ് ഭരിച്ചിരുന്ന CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ മുന്നണിയുടെ നിലനിൽപ്പ് തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ തോതിലുള്ള കൺസോളിഡേഷൻ ബംഗ്ലാദേശിനോട് ചേർന്നുള്ള ജില്ലകളിൽ കുടിയേറി വന്ന ആളുകൾക്ക് ഭാരത പൗരത്വം ലഭിക്കുകയും അവർ വോട്ടർമാരായി മാറുകയും ഒക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു വിഷയം കൂടി ആയി മാറുകയാണ്. തൃണമൂൽ കോൺഗ്രസിൻ്റെ താല്പര്യമാണ് പരമാവധി ആളുകൾ ഭാരതത്തിലേക്ക് വരട്ടെ, എങ്ങനെയെങ്കിലുമൊക്കെ കാലക്രമത്തിൽ അവർ പൗരത്വം നേടിക്കൊള്ളും, അങ്ങനെയെങ്കിൽ അവരുടെ വോട്ട് ഒരിടത്തും പോകില്ല, തങ്ങൾക്ക് തന്നെ ലഭിക്കും എന്ന ഒരു ചിന്ത, അതിനെ അട്ടിമറിക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയുടെ ദേശീയ സുരക്ഷ വലിയ തോതിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർ ബംഗ്ലാദേശികൾ മാത്രമല്ല, റോഹിംഗ്യ അഭയാർത്ഥികൾ, മ്യാൻമാറിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് എത്തുന്ന റോഹിംഗ്യ മുസ്ലിംസ്, അവരിലെ ഒരു നല്ല പങ്ക് ഭാരതത്തിലേക്ക് പല രീതിയിലേക്ക് കയറുകയാണ്. അതിൽ ചിലരൊക്കെ മഹാരാഷ്ട്രയിലും കേരളത്തിൽ ഉൾപ്പെടെ വന്നതായി, ഡൽഹിയിൽ പോലും 40,000 പേരുണ്ട്. അത് ഒഫീഷ്യൽ അഭയാർത്ഥികളാണ്. ഇത് അൺഒഫീഷ്യലായി എത്തുന്ന, വേണ്ട രേഖകളൊന്നും തന്നെ ഇല്ലാതെ എത്തുന്ന ബംഗ്ലാദേശികളാണ് എന്ന മട്ടിലെത്തുന്ന ആളുകളാണ്. അത് ശരിക്കും ഒരു നുഴഞ്ഞുകയറ്റമാണ്. അത് ശരിക്കുമുള്ള അനധികൃത നുഴഞ്ഞുകയറ്റമാണ്. ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ കണക്കുകളില്ല. വ്യാജ ആധാർ കാർഡുകൾ സംഘടിപ്പിച്ച് നൽകാൻ പശ്ചിമബംഗാളിൽ ഉൾപ്പെടെ നിരവധി കേന്ദ്രങ്ങളുണ്ട് പറയുന്നത്. അപ്പോൾ പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയായിരുന്നല്ലോ, ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ അത് കണ്ടെത്തിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു നിയമപരമായ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഹരിക്കണമെങ്കിൽ ഈ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ആക്ട് 2025 എന്ന ഒരു നിയമനിർമ്മാണം, ആ നിയമനിർമ്മാണം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നല്ലൊരു തണ്ടറിംഗ് സ്പീച്ച് നടത്തി. അതിൻ്റെ ആ ഒരു ഗൗരവം പാർലമെൻറ്റ് അംഗങ്ങളെ ബോധിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അതുകൊണ്ട് ആ ബില്ല് പാസ്സായിരിക്കുന്നു. നിയമമാകാൻ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് നിയമപരീക്ഷ പ്രസിഡന്റിന് കൂടെ ലഭിച്ചുകൊണ്ട് നിയമമാകും. നിയമം ഒരു വഴിക്ക് നിൽക്കും. നിയമമില്ലാത്തത് കൊണ്ട് മാത്രമല്ല കുടിയേറ്റം നടക്കുന്നത് എന്നും ഓർക്കുക. ഇന്ത്യയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിരിക്കുന്നു. ബംഗ്ലാദേശിൻ്റെയും മ്യാൻമാറിൻ്റെയും ഒക്കെ ഭൗതിക സാഹചര്യങ്ങളിൽ നിന്നും രക്ഷ നേടി വരികയാണ്. പക്ഷേ അങ്ങനെയുള്ള വരുന്ന ആളുകൾ
ഇന്ത്യക്കൊരു ബാധ്യതയായി മാറുന്നുണ്ടോ? ഇന്ത്യയുടെ ക്രമസമാധാന നില തകരുന്നതിന് ഇത് കാരണമാകുന്നുണ്ടോ? ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയും അവരെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പലപ്പോഴും നമ്മൾ നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺഷിപ്പ് അതുപോലെ മറ്റ് പല രീതിയിൽ. അപ്പം ജനസംഖ്യ അനുപാതം കാര്യമായി മാറാനുള്ള സാധ്യതയുണ്ട്. അഭംഗുരം ഈ കുടിയേറ്റം നുഴഞ്ഞുകയറ്റത്തിൻ്റെ മറവിൽ നടക്കുന്ന നുഴഞ്ഞുകയറ്റം, അല്ലെങ്കിൽ തിരിച്ച് ഈ നുഴഞ്ഞുകയറ്റം തന്നെയാണ് അനധികൃത നുഴഞ്ഞുകയറ്റമാണ്. അത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ വന്നപ്പോഴാണ് അതിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ച് ലോകത്തിന് ബോധ്യമാകുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിന് ട്രംപിൻ്റെ മുൻഗാമിയായ ജോ ബൈഡൻ്റെ ഭരണകാലത്ത് 1 കോടിയോളം പേരാണ്, 30 കോടി ജനസംഖ്യയുള്ള അമേരിക്കയിൽ 1 കോടിയോളം പേരാണ് ആ ഒരു 4 വർഷത്തിനുള്ളിൽ തന്നെ അമേരിക്കയിലേക്ക് മെക്സിക്കോ അതിർത്തി കടന്നെത്തിയത്. അത് വലിയൊരു നമ്പറാണ്, ജനസംഖ്യയുടെ വലിയൊരു നമ്പറാണ്. അപ്പോൾ ഇന്ത്യയിൽ ഓൾറെഡി ഒരു ജനസംഖ്യാ വിസ്ഫോടനമുണ്ട്. 144 കോടി ജനങ്ങൾ. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ ഒരു നല്ല പങ്ക് ഇന്ത്യയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. തൊഴിൽ തേടി, മെച്ചപ്പെട്ട അവസരങ്ങൾ തേടി ഒക്കെ എത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു പോസിറ്റീവ് റീസൺസ് തന്നെയാണ്. മുമ്പൊക്കെ അങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ ബംഗ്ലാദേശ് ഇന്ത്യ സൗഹൃദ രാഷ്ട്രങ്ങളാണല്ലോ, അതുകൊണ്ട് കുറച്ചൊക്കെ കണ്ണടച്ചിരുന്നു. ഇവരിവിടെ വന്ന് ജോലിയൊക്കെ ചെയ്തിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് കുറച്ചൊക്കെ മുൻ ഗവൺമെൻറ്റുകൾ കണ്ണടച്ചിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങ് പറഞ്ഞതുപോലെ അതൊട്ടും അനുവദനീയമല്ല. ഇപ്പോഴത്തെ ഗവൺമെൻറ് വളരെ കർക്കശമായിട്ട് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ, നേരിടാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ റീസണുണ്ട്, ഒരു ഇക്കണോമിക് റീസണുമുണ്ട്, ഒരു സെക്യൂരിറ്റി റീസണുമുണ്ട്. ഒരു 3 ഡയമെൻഷണൽ വിഷയമാണ്. പൊളിറ്റിക്കൽ റീസൺ, ഇങ്ങനെ കടന്നു വരുന്ന ആളുകൾ പ്രിഡോമിനൻ്റ്ലി ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന, ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അതൊരു കാര്യം. രാഷ്ട്രീയമായി ഇവർ സിറ്റിസൺഷിപ്പ് നേടിയെടുത്തു കഴിഞ്ഞാൽ, പല രീതിയിലും പലരെയും സ്വാധീനിച്ച് അങ്ങനെ നേടിയെടുത്തു കഴിഞ്ഞാൽ, പല നിയമങ്ങളുടെയും പോരായ്മ കൊണ്ട് നേടിയെടുത്തു കഴിഞ്ഞാൽ അവരെ ചില പ്രാദേശിക കക്ഷികളുടെയും ഇപ്പോഴത്തെ ചില പ്രതിപക്ഷ കക്ഷികളുടെയും വോട്ടർമാരായി മാറുന്ന ഒരു കാഴ്ചയും കാണുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ഭരണകക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടി വളരെ ജാഗരൂകരായി തന്നെ അതിനെ പൊളിറ്റിക്കലി തന്നെ നേരിടുകയാണ്. മൂന്നാമത്തേത് ആ വലിയ സുരക്ഷാ ഭീഷണിയാണ്. അവർ ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി. കാരണം ഒരു ആധാർ കാർഡ് പോലും കയ്യിലില്ലാതെ നമ്മുടെ ചീപ്പ് ലേബർ അല്ലെ, ബംഗ്ലാദേശ്, കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ബ്ലൂ കോളർ ജോബ്സ് അല്ലെങ്കിൽ വൈറ്റ് കോളർ, ഗോൾഡ് കോളർ ജോബുകൾ ചെയ്യാൻ മാത്രമേ താല്പര്യമുള്ളൂ. വലിയ വിഭാഗം ആളുകൾ ഈ മീനിയൽ അല്ലെങ്കിൽ മാനുവൽ ലേബർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണ്. അതുകൊണ്ട് നമ്മുടെ ആവശ്യമുള്ള ലേബർ റിക്വയർമെൻറ്റിനെ നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ഇങ്ങനെ വരുന്ന ആളുകളിൽ നിന്നാണ്. ഏജന്റുമാർ കൊണ്ടുവരുന്നതാണ്. അവർക്ക് കാര്യമായ രേഖകളൊന്നും കാണില്ല. കൊണ്ടുവരുന്ന രേഖകൾ വ്യാജമാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സംവിധാനങ്ങളില്ല, അല്ലെങ്കിൽ ആരും മെനക്കെടാറില്ല. അങ്ങനെ വരുമ്പോൾ അത് വലിയൊരു വിപത്തായി വരികയാണ്. തൽക്കാലം അത് ദേശീയ ശ്രദ്ധയിൽ വലുതായി പെട്ടിട്ടില്ല. പക്ഷേ ഇനിയുള്ള കാലത്ത് ഒരു അൺഅക്സെപ്റ്റബിളി ഹൈ നമ്പേഴ്സ് വന്നു കഴിയുമ്പോൾ അവരെ മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായി വരും. ഇപ്പോൾ തന്നെ കേരളത്തിലെ പല ഇടങ്ങളിലും ബംഗ്ലാദേശി കോളനികൾ അല്ലെങ്കിൽ ബംഗാളി കോളനികൾ, അതിൽ പലരും ബംഗ്ലാദേശുകാരാണ്, ബംഗാളികളല്ല. ശരിയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായ, അവിടുത്തെ ഒരു ബംഗാൾ കോളനിയിൽ നിന്ന് പിടിയിലായത് ഏതാണ്ട് 10ഓളം ബംഗ്ലാദേശികളാണ്, സ്ത്രീകളടക്കം പിടിയിലായി. അവർ സംസാരിക്കുന്ന ഭാഷ ബംഗാളിയാണല്ലോ. ബംഗാളിയാണ്. അപ്പോൾ അവരെ കണ്ടാലും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ചും ദക്ഷിണ ഇന്ത്യയിലുള്ള തമിഴ്നാട്ടിലും കേരളത്തിലുമുള്ള ആളുകൾക്ക് അവിടെ നിന്ന് വരുന്ന എല്ലാവരും ബംഗാളി എന്നതാണ്. ബീഹാറിൽ നിന്ന് വരുന്നവരെ ബംഗാളി എന്ന് വിളിക്കുന്നു, ഒറീസയിൽ നിന്ന് വരുന്നവരെ ആസാമിയെ പോലും ബംഗാളി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവരെ ബംഗാളി ഭായ്. അപ്പോൾ അതൊരു സേയിങ് ആയി മാറി. അപ്പോൾ അങ്ങനെ വരുന്ന വിപത്ത്, ഇതിനെല്ലാം രാജ്യത്തെ പണം അക്കൗണ്ടബിൾ ആകണം, രാജ്യത്തെ ജനങ്ങൾ അക്കൗണ്ടബിൾ ആകണം, നമ്പേഴ്സ് അക്കൗണ്ടബിൾ ആകണം, ട്രേസബിൾ ആകണം. എല്ലാം ഈ കൃത്യമായ കണക്ക് രേഖകളും വേണം. പറയുന്നത് പോലെ പുറം രാജ്യത്തുനിന്ന്, ഒരു വിദേശ രാജ്യത്തു നിന്നാണ് വരുന്നതെങ്കിൽ അവർ അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ചും മാനദണ്ഡങ്ങൾ പാലിച്ചാണ് വരേണ്ടത്. കടലിൽ കളഞ്ഞാലും അളന്ന് കളയണം എന്നാണല്ലോ പ്രമാണം. അങ്ങനെയെങ്കിൽ ദയാദാക്ഷിണ്യത്തിൽ നമ്മൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നെ എത്ര പേരെയാണ് ആ കാറ്റഗറിയിൽ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ രേഖകൾ ഉണ്ടാകണം. കണക്കിൽപ്പെടാത്ത ആളുകൾ വരുന്നുണ്ട് എങ്കിൽ അത് വലിയ വിപത്ത് തന്നെയാണ്. ആത്യന്തികമായി ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. ഈ നമ്മുടെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പലപ്പോഴും ഈ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു 10-15 കിലോമീറ്ററൊക്കെ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് പലപ്പോഴും ചികിത്സയ്ക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഇന്ത്യയെ ആശ്രയിക്കാതെ പറ്റില്ല. അപ്പോൾ ഇവരുടെ ഈ ഒരു ആവശ്യം, ഞാൻ ചികിത്സയുടെ കാര്യം പ്രത്യേകിച്ച് പറയും, അതുപോലെ തന്നെ മറ്റു പല അടിയന്തര ആവശ്യങ്ങൾക്കും ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരുന്നു.
പക്ഷേ ഈ ചികിത്സയുടെ കാര്യത്തിൽ എന്തായിരിക്കും കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അക്കാര്യത്തിൽ നിയമത്തിൽ എന്തെങ്കിലും ഒരു ഇളവ് അനുവദിക്കും? പലപ്പോഴും ഈ ഇളവുകളുടെയും മാനുഷിക പരിഗണനകളുടെയും മറവിലാണ് അനധികൃതമായി കുടിയേറ്റം നടക്കുന്നത്. ബംഗ്ലാദേശ് ബംഗാൾ അതിർത്തിയിൽ പോയാൽ അറിയാം, അത് അതിർത്തി എന്തെന്ന് മനസ്സിലാകാത്ത രീതിയിൽ തുറന്നു കിടക്കുന്ന സമതലങ്ങളാണ്. നദീജലവും സമതലവും ചതുപ്പ് നിലങ്ങളും എല്ലാം ചേരുന്ന ഇടങ്ങളാണ്. അവിടെ നിന്ന് കടന്നു വരുന്നത് ഇത് ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് കുറച്ച് പേര് പോകുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ആടുമാടുകൾ ഉൾപ്പെടെ വഴിതെറ്റി അതിർത്തി കിടക്കുന്ന വളരെ സ്വാഭാവികമാണ്. കാലികൾ ഉൾപ്പെടെ ഇതൊന്നും വലിയ വിഷയമായി മുൻകാലങ്ങളിൽ നമ്മൾ എടുത്തിരുന്നില്ല. ഇപ്പോഴത് അതൊരു വളമായിരിക്കുന്നു. നുഴഞ്ഞു കയറാൻ കച്ചകെട്ടി ഇരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പഴുതുകൾ വലിയൊരു അനുഗ്രഹമായി മാറുന്നു. അത് ഇന്ത്യക്ക് ഒരു ശാപമായി മാറുന്നത് കൊണ്ടാണ് ഒരു നിയമനിർമ്മാണത്തിലേക്ക് തന്നെ ഭാരതം കടന്നു വരുന്നത്. അതുകൊണ്ടാണ് ഈ ജോലി തേടി വരുന്നവർ മാത്രമല്ല, ഇതിന്റെ കൂടെ ചില ക്രിമിനലുകളും ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞ സത്യം. പലപ്പോഴും നമ്മുടെ ഇവിടെ നടന്ന പല കൊലപാതകങ്ങളുടെ അന്വേഷണം ചെന്ന് എത്തി നിൽക്കുന്നത് ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിന്റെ അതിർത്തികളിലാണ്. നോക്കൂ, ഈ നെക്സസ് ബിറ്റ്വീൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് ക്രിമിനൽസ്. ഈ ക്രിമിനലുകൾ പലപ്പോഴും അതിർത്തി കടന്നു വരുന്ന ക്രിമിനലുകളുടെ പിൻബലത്തിലാണ് ബംഗാളിലെ ചില കക്ഷികൾ മുൻകാലങ്ങളിലും ഇപ്പോഴും ഒക്കെ തഴച്ചു വളരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഒറിജിനൽ ബംഗാളി സ്പിരിറ്റ് ഉള്ള ആളുകൾ അതിനെതിരാണ്. അങ്ങനെ ബംഗാളിൽ തന്നെ അതിനെതിരെ ശക്തമായ വളരെ ശക്തമായ പ്രതിഷേധമുണ്ട്. അത് ദേശവ്യാപകമായി ബംഗാളിന് വേണ്ടി, പശ്ചിമ ബംഗാളിന് വേണ്ടി മാത്രം നമുക്കൊരു ഇന്ത്യൻ പാർലമെന്റിൽ നിയമനിർമ്മാണം ഉണ്ടാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇത് പാകിസ്ഥാൻ അതിർത്തി കടന്നു വരുന്നവർക്ക്, കശ്മീർ പാകിസ്ഥാൻ അതിർത്തി കടന്നു വരുന്നവർക്ക്, നേപ്പാൾ അതിർത്തി കടന്നു വരുന്നവർക്ക്, ഭൂട്ടാൻ അതിർത്തി കടന്നു വരുന്നവർക്ക് എല്ലാം തന്നെ ബാധകമാകുന്ന രീതിയിൽ തന്നെയാണ് നിയമം നിർമ്മിച്ചത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.